ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന ഒരു വ്ളോഗാണ്. ഇന്നും ഞാൻ എൻ്റെ ഫേസ് കാണിക്കുന്നില്ല, നെക്സ്റ്റ് വ്ളോഗ് തൊട്ട് ഞാൻ ട്രൈ ചെയ്യാം. നമ്മൾ ഇന്ന് പോകാൻ പോകുന്നത് ഇടുക്കി സൈഡിലോട്ടാണ്. കുറച്ച് ഡാമുകളും മറ്റ് സ്ഥലങ്ങളും ഒക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ്. വൺ ഡേ വ്ളോഗാണ്. അപ്പം ഞാൻ ദേ പൊക്കോണ്ടിരിക്കുകയാണ്. ഞങ്ങൾ കാറിലാണ് പോയത്. അപ്പോൾ ഞങ്ങൾ ഒരു 7 മണിയൊക്കെ കഴിഞ്ഞാണ് ഇറങ്ങിയത് വീട്ടിൽ നിന്ന്. ഇടുക്കി സൈഡിൽ നിന്ന് കേൾക്കുമ്പോഴേ നമ്മുടെ മനസ്സിൽ വരുന്നത് കാടുകളാണ്. അവിടേക്ക് പോകുമ്പോൾ തന്നെ നമുക്കിങ്ങനെ കുറേ കാടുകൾ കാണാൻ സാധിക്കും. ഫുൾ കാടാണ്. ഇങ്ങനെ ഞങ്ങൾ രാവിലത്തെ സമയത്താണ് പോയത്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ വെയിലൊക്കെ ഉള്ള സമയമായിരുന്നു. അപ്പോൾ ഇങ്ങനെ കാടിൻ്റെ ഇടയിൽ കൂടി ഇങ്ങനെ വെയിലൊക്കെ അടിച്ച് നല്ല രസമായിരുന്നു. ഇവിടെ നല്ല വളവുകളുണ്ട്. ഒരു 12ഓളം ഹെയർ പിൻ വളവുകളുണ്ട്. അതവരിങ്ങനെ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. അവിടെ ഇങ്ങനെ വളവാകാറാകുമ്പോൾ തന്നെ. ഇവിടുന്ന് ഏകദേശം ഒരു 135 കിലോമീറ്ററോളം ഉണ്ട് ഇടുക്കി വരെ. അതോ അതിൽ കൂടുതലോ കാണും. ഞങ്ങൾ 7 മണിയായപ്പോഴാണ് രാവിലെ ഇവിടുന്ന് ഇറങ്ങിയത്. അവിടെ ഒരു 11 മണിയൊക്കെ കഴിഞ്ഞപ്പോൾ എത്തി. ഇപ്പോൾ നമ്മൾ പാസ് ചെയ്തത് കുളമാവ് ഡാമാണ്. ഇപ്പോൾ നമ്മൾ പോകുന്നത് ഇവിടുത്തെ ഹിൽ വ്യൂ പാർക്കിലേക്കാണ്. നടക്കാൻ ഒരുപാടുണ്ട്. ഇങ്ങനെ സൈഡിൽ ഇങ്ങനെ കുറേ ചെടികളൊക്കെ വെച്ചിട്ടുണ്ട്. ഇങ്ങനത്തെ ഇതുപോലത്തെ ലോക്ക്ഡ് ടൈൽസ് ഇട്ടിട്ടുള്ള ഒരു വേ ആണ് ഇവർ വെച്ചിരിക്കുന്നത്. നമ്മൾ ആ കയറി ചെല്ലുന്ന ആ സ്ഥലത്ത് തന്നെ ഇതുപോലെ 2 സൈഡിലും പച്ചപ്പാണ്. ഫുൾ ഗ്രീനറി മാത്രമേ ഉള്ളൂ. ഇവിടെ വേറെ കളറൊന്നും കാണാൻ പറ്റില്ല. പിന്നെ ഡാമിൻ്റെ മുകളിൽ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ ബ്ലൂ കളർ കാണുന്നത്. ആകാശത്ത് ബ്ലൂ കളറുണ്ട്, അതല്ലാതെ ഉള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത്. നമ്മൾ കയറി ചെല്ലുമ്പോഴേ ഇതുപോലെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ടാവും. അതിൽ ചിൽഡ്രൻസ് പാർക്ക്, കോഫി ഷോപ്പ്, ബോട്ടിങ് അങ്ങനെ എല്ലാം കൊടുത്തിട്ടുണ്ട്. അതെല്ലാം ലെഫ്റ്റ് സൈഡിലും മറ്റേതെല്ലാം റൈറ്റ് സൈഡിലുമാണ്. അഡ്വഞ്ചർ സൈഡെല്ലാം റൈറ്റ് സൈഡിലാണ്. നമ്മൾ ആദ്യം ലെഫ്റ്റ് സൈഡിലേക്കാണ് പോകുന്നത്. ഡാം വ്യൂ പോയിന്റ് ഒക്കെ കാണാൻ വേണ്ടി പോവാണ്. അങ്ങനെ നമ്മൾ അവസാനം ഡാം വ്യൂ പോയിന്റിൽ എത്തിയിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, എന്തൊരു വ്യൂ ആണ് ഇവിടെ നിന്ന് നോക്കുമ്പോൾ. നല്ലൊരു ഫുൾ ഗ്രീൻ ആൻഡ് ബ്ലൂ ടച്ചാണ് ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത്. ഇതാണ് കുറവൻ മല, ഇപ്പുറത്തേത് കുറത്തിമല. ഇത് അവിടെ കാണുന്ന ആ തൂണ് പോലുള്ള സംഭവമാണ്. വൈശാലി ഫിലിം ഇവിടെയാണ് ഷൂട്ട് ചെയ്തത്. ആ തൂണ് പോലുള്ള സംഭവങ്ങളൊക്കെ അത് കാണാൻ സാധിക്കും നിങ്ങൾക്ക്. അവിടേക്ക് പോകാൻ പറ്റുമായിരുന്നു, പക്ഷെ ഞങ്ങളങ്ങോട്ട് പോയില്ല. ഒരുപാട് നടക്കാനുണ്ടായിരുന്നു. ഇവിടെ വരാത്തവരെല്ലാം തീർച്ചയായിട്ടും വരിക. നല്ലൊരു സൂപ്പർ വ്യൂ ആണ് ഇവിടെ നിന്ന് നോക്കുമ്പോൾ. നല്ല കാറ്റും അടിക്കുന്നുണ്ട്. നിങ്ങളിവിടെ ചെന്ന് നിന്ന് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് സന്തോഷം തോന്നും. അതുപോലൊരു വ്യൂ പോയിൻ്റാണത്. പിന്നെ ഇവിടുന്ന് ഞങ്ങൾ ഇങ്ങനെ നടക്കാനുള്ള കുറേ സംഭവങ്ങളുണ്ട്. ഇങ്ങനെ കണ്ടില്ലേ, ഇതുപോലെ ലോക്ക്ഡ് ടൈൽസ് ഇട്ട് ഇരിക്കാനുള്ള സ്ഥലങ്ങളുണ്ട്. ഫുൾ ഗ്രീൻ കളറിലാണ് അവിടുത്തെ ബിൽഡിംഗ് വരെ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഈ സൈഡിൽ ഇങ്ങനെ വെള്ളക്കെട്ടുണ്ട്. അവിടെ കുറേ മീനുകളുണ്ട്, ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു മീനുകൾ. അവിടെ ഇങ്ങനെ നമുക്ക് നിൽക്കാം. അവിടെ കൂടെ ബോട്ടിംഗ് ഉണ്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ അതൊന്നും അവർ ചെയ്യുന്നില്ല. പിന്നെയും നടക്കുകയാണ്. ചിൽഡ്രൻസ് പാർക്കുണ്ട്, ഇത് കണ്ടില്ലേ. പക്ഷെ ഞങ്ങൾക്ക് കയറാൻ പറ്റത്തില്ലായിരുന്നു, അതുകൊണ്ട് ഞങ്ങൾ കയറിയില്ല. എത്രയോ ഏജ് റെസ്ട്രിക്ഷൻസ് ഉണ്ട് അവിടെ. പിന്നെ ഇതുപോലെ ഇങ്ങനെ നടക്കുകയാണ്. പിന്നെ നമ്മൾ പിന്നെയും കറങ്ങി തിരിഞ്ഞ് നമ്മൾ ആ ഡാം വ്യൂ പോയിന്റ് വരെ തിരിച്ചെത്തിയിരിക്കുന്നു. ഒറ്റ ഫുൾ കറക്കം കറങ്ങിയിട്ട് നമ്മൾ അവിടെ തന്നെ വന്നു. ഇതിങ്ങനെ സ്റ്റെപ്പ് കയറി മണ്ടയ്ക്ക് പോയിട്ട് നമുക്കത് കാണാൻ സാധിക്കും. അങ്ങനെ പോയിട്ട് ഞാൻ തിരിച്ചിറങ്ങി വരികയാണ്. പിന്നെ ഇവിടെ വേറെ വ്യൂ പോയിന്റ് ഉണ്ട്. ഇതുപോലെ കുറേ പാറകളൊക്കെ ഉണ്ട്. ഇനി ഞങ്ങൾ തിരിച്ചു പോവുകയാണ്. തിരിച്ച് വേറെ അടുത്ത സ്ഥലത്തേക്ക് പോവുകയാണ്. ഇപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്നത് ഇവിടുത്തെ വൈൽഡ് ലൈഫ് ഡിവിഷനിലാണ്. ഇവിടെ ഇങ്ങനെ ഒരു വലിയ ഒരു പാമ്പുണ്ട്. ഇങ്ങനെ ഇരിക്കുന്ന സ്ഥലമാണ് കേട്ടോ. പിന്നെ ഇങ്ങനെ നടന്നു പോവുകയാണ്. ഇവിടെ ഇങ്ങനെ കുറേ ബോർഡുകളൊക്കെ വെച്ചിട്ടുണ്ട്. അവരുടെ ഓഫീസുണ്ട് അവിടെ. പിന്നെ ഇവിടെ ഡൂസ് ആൻഡ് ഡു നോട്ട്സ് എഴുതിയിട്ടുണ്ട്. ഇതുവരെ ഇങ്ങനെ ബോട്ടിംഗ് ഉണ്ട്. ബോട്ടൊക്കെ വരുന്നത് കണ്ടില്ലേ. ഇവിടെ നല്ലൊരു വ്യൂ ആണ്. ഇനി നമ്മൾ തിരിച്ചു പോവാണ് കേട്ടോ. ഒരു ചെറിയൊരു വ്ളോഗായിരുന്നു. ഈവനിങ് 6 മണിയൊക്കെ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ വീട്ടിലെത്തി. ചെറിയൊരു ട്രിപ്പായിരുന്നു. പോയിട്ടില്ലാത്തവർ എന്തായാലും പോയി നോക്കുക. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടുന്ന പ്ലേസ് ആണ്. ഇവിടെ 2ഇടത്തും വളരെ കുറച്ച് ആളുകൾ മാത്രമേ ഉള്ളായിരുന്നു. എന്റെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനിയും ഇതുപോലെയുള്ള വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. എന്റെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ ആദ്യമായി എന്റെ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ബട്ടണെ റൈറ്റ് സൈഡിൽ കാണുന്ന ബെല്ലൈക്കണിലെ ഓൾ കൂടി പ്രസ് ചെയ്താൽ മാത്രമേ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. നല്ലൊരു അടിപൊളി വീഡിയോയുമായിട്ട് നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാം. അതുവരെ ബൈ.